വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ചക്ക ബിരിയാണി. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചക്ക കൊണ്ട് നമ്മളൊരു ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ചക്ക ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂട്ടുകാരെ കിച്ചു, എനിക്ക് എൻ്റെ അടുത്ത കൂട്ടുകാരൻ വരൂ, ഇവർ രണ്ടുപേരും കൂടെയാണ് എന്നെ സഹായിക്കാൻ പോകുന്നത്. നമ്മളിന്ന് ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ആദ്യം ഈ ചക്ക നമ്മൾ വെട്ടിപ്പൊളിക്കാൻ പോവുകയാണ്. വെട്ടിപ്പൊളിക്കൂ, ആടിപ്പൊളി. ഏകദേശം സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ, ഇത് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുകയാണ്. ഇത് ഇഞ്ചി ഇടിച്ചു വെച്ചേക്കുകയാണ്. ഇത് മല്ലിയില അരിഞ്ഞു വെച്ചേക്കുകയാണ്. ഇത് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചു. ഇത് രമ്പയില മുറിച്ച് വെച്ചേക്കുകയാണ്. പിന്നെ ഇത് മൊത്തം മസാലക്കൂട്ടാണ്. മസാലക്കൂട്ട് മറ്റേ പട്ട, ഗ്രാമ്പൂ, ഇത് നമുക്കിനി പൊടിച്ച് എടുക്കണം. അടുത്തത് ഇത് സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത്. അത് കിസ്മിസ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഇത്രയും സാധനം നമ്മൾ വെച്ചേക്കുകയാണ്. ഇനി അടുത്തത് പറയുന്നതാണ്. നമ്മളപ്പോൾ അരി കഴുകാൻ പോവുകയാണ്. നമ്മൾ 2 കിലോ പോസ്റ്റ്മാനിൻ്റെ ബസ്മതി റൈസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ 2 കിലോയാണ്. 2 കിലോ, ഈ 2 കിലോ അരിയിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിത് നന്നായിട്ട് കഴുകാൻ പോവുകയാണ്. അരി കഴുകി വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇതിലേക്ക് നമ്മൾ അടുത്ത് എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് എണ്ണ കൂടെ നമ്മൾ ഒഴിക്കുകയാണ്. നമ്മളെ സഹായിക്കാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. നമ്മളെ പോറ്റി ഹരി, അതാണ് പേര്. നമ്മളപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തത് ഉള്ളി ഇടാൻ പോവുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഉള്ളി ഇടുകയാണ്. അടുത്ത് നമ്മൾ ചക്ക കഴുകാൻ പോവുകയാണ്. നമ്മൾ ആ ചക്ക കഴുകുകയാണ്. നമ്മളിനി അടുത്തത് ഈ ചക്ക നമ്മൾ അവിക്കാൻ പോവുകയാണ്. അവിക്കാൻ വേണ്ടി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ചക്ക നമ്മൾ ഈ പാത്രത്തിനകത്തിട്ട് അവിക്കാൻ പോവുകയാണ്. മൊത്തം ഇടാം കേട്ടോ.
കേട്ടോ. അവയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ഏകദേശം ഇതിൻ്റെ കാൽഭാഗം നമ്മൾ ഇട്ടിരിക്കുന്നതിൻ്റെ കാൽഭാഗത്തും കൂടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തത് ഉപ്പിടാൻ പോവുകയാണ്. മഞ്ഞപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ച് നമ്മളിപ്പം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കാണ്. വെള്ളം തിളച്ച ശേഷം നമ്മൾ അരി ഇടുന്നതാണ്. നമ്മളിതിലേക്ക് ആദ്യം ഏലക്ക ഇട്ടു, പട്ട ഇട്ടു, ശേഷം ഗ്രാമ്പു ഇട്ട് ഈ മസാലക്കൂട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇടുകയാണ്. രമ്പയില ഇട്ടു, പച്ചമുളകും കൂടെ നമ്മൾ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇഞ്ചിയും കൂടെ ഇട്ട് നമ്മൾ ഇതിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഇടുകയാണ്. നമ്മൾ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ടുണ്ട്. നമ്മൾ അരി വടിച്ചിടുകയാണ്. അരി വെന്തിട്ടുണ്ട്. നമ്മൾ ഈ അരി നമ്മൾ വടിച്ചിടാൻ പോവുകയാണ്. അടുത്ത മസാല ഉണ്ടാക്കുകയാണ്. മസാലയിലേക്ക് ആദ്യം ഈ പാത്രത്തിൻ്റെ അത് നമ്മൾ കുറച്ച് നേരത്തെ ബാക്കി എണ്ണയും കുറച്ച് നെയ്യും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് ബാക്കിയിരിക്കുന്ന മസാല നമുക്ക് ചേർക്കുകയാണ്. കുരുമുളക് ഇടുകയാണ് അടുത്തത്. ഇതിൽ നമ്മൾ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് നമ്മളിട്ട്, പിന്നെ ഇഞ്ചിൻ്റെ പേസ്റ്റ് നമ്മളിട്ട്, നമ്മൾ കിസ്മിസ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ അവിച്ച് വെച്ചിരിക്കുന്ന ചക്ക നമ്മൾ ഈ മസാലയിലേക്ക് ഇടുകയാണ്.
മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. സവാള വഴറ്റി വെച്ചിരിക്കുന്ന സവാള നമ്മളിടയാണ്. മല്ലിയിലയും കൂടെ നമ്മളിടയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടു. നമ്മൾ വെച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി ചോറ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇടയാണ്. നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ച് സവാള വഴറ്റി വെച്ചിരിക്കുന്ന സവാള നമ്മൾ ഇടയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നമ്മൾ ഇടാൻ പോവുകയാണ്. കുറച്ച് നെയ്യ് നമ്മൾ ഇട്ടു. നമ്മൾ എന്നിട്ട് അടച്ച് വയ്ക്കും. അടച്ച് വെച്ച ശേഷം നമ്മളൊരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. ദോശക്കല്ല് ചൂടാക്കിയ ശേഷം ഈ നമ്മളിപ്പം ഉണ്ടാക്കിയ സാധനം അതിനെ മുകളിൽ വെക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അടി കൂടെ ചൂട് കിട്ടും. കല്ലിൻ്റെ മുകളിലാണ് നമ്മളിത് വെക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ അടച്ച ശേഷം വെയിറ്റുള്ള 2 കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് എയർ ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളപ്പം ദം ബിരിയാണി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന വെയിറ്റ് നമ്മൾ ഉടനെ മാറ്റും. നമ്മുടെ ദം ബിരിയാണി ഇതാ സെറ്റായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല. ഓരോരുത്തരുടെ മുഖത്തുള്ള സന്തോഷം നമുക്ക് കാണാം. നോക്കട്ടെ, അടിപൊളി. ഓക്കെ, സന്തോഷം കാണാം. നമ്മൾ ഇതെല്ലാം കൂടെ ഷെയർ ചെയ്ത് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. നമ്മൾ കഷ്ടം വെച്ചേക്കുന്നത് ഏകദേശം ഒരിട്ട കാഴ്ചയിൽ മട്ടൻ ബിരിയാണി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ മട്ടൻ ബിരിയാണി അല്ല, ഇത് ചക്ക ദം ബിരിയാണി. എങ്ങനെയുണ്ടല്ലയാ? കിട്ടില്ല ഇവിടെയാ? സീരിയസ് കിട്ടും? അടിപൊളി, ഒരു രക്ഷയില്ല. പക്ഷെ പോത്ത സന്തോഷം നോക്ക്. അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല. കിടിലമായിട്ടുണ്ട്. കിടിലം വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ ചക്ക ദം ബിരിയാണി സൂപ്പർ, ഒരു രക്ഷയില്ല. സൂപ്പറായിരുന്നു നമ്മുടെ ബിരിയാണി. സൂപ്പർ, ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. എല്ലാവരും ഇരുന്ന് ബാക്കി ഇരുന്ന് തിന്നുന്നതാണ്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി, നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ കൂടുതൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ഇത് ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കൊണ്ടുവരുന്നതുവരെ ഗുഡ് ബൈ ഫ്രം ജിത്. ടാറ്റാ, ബൈ.